بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മൾ സിഫാത്തുൽ ഹുറൂഫ് എന്താണെന്നാണ് മനസ്സിലാക്കി വരുന്നത്. അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സ്വരവിശേഷണങ്ങൾ, അതിന് ആ ശബ്ദത്തിൽ ഉച്ചാരണത്തിൽ നൽകപ്പെടുന്ന അതിൻ്റെ ഒരു പ്രത്യേകമായ ഗുണവും സ്വഭാവവും വിശേഷണവും, അതാണ് സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതിൻ്റെ വിഭാഗങ്ങളും നാം മനസ്സിലാക്കി. അടിസ്ഥാനമായി ദാതീയ, അറദിയ എന്ന് രണ്ട് വിഭാഗവും, വീണ്ടും അത് സിഫാത്തുൻ ലാ ദിദ്ദ ലഹ, സിഫാത്തുൻ ലഹ ദിദ് എന്നിങ്ങനെ രണ്ട് വിഭാഗവും, ദിദ് ഇല്ലാത്ത, വിപരീതങ്ങൾ ഉള്ളവയും വിപരീതങ്ങൾ ഇല്ലാത്തവയുമായ സിഫാത്തുകൾ എന്നൊക്കെ വിശദമായി രണ്ട് വിഭാഗങ്ങളായി നാം മനസ്സിലാക്കുകയുമുണ്ടായി. ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഓരോ സിഫത്തും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഒന്നാമതായി വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. സിഫാത്ത് വിശദമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി അൽ ഹംസ് എന്ന സിഫത്താണ്. ഹംസ്, ഹ മീമ് സീന്, ഹ മീമ് സീന്, അൽ ഹംസ്. ഇത് യഥാർത്ഥത്തിൽ വിപരീതമുള്ള സിഫത്താണ്. ഇതിന് വിപരീതമാണ് ജഹർ. ഇതിന്റെ വിപരീതമാണ് ജഹർ. ഹംസിന്റെ വിപരീതം ജഹറാണ്. ജഹ്റ് ജഹ്റാക്കി സ്കരിക്കുക എന്നൊക്കെ പറയല്ലേ, ജഹ്റാക്കി സ്കരിക്കുക അല്ലെ, ഉറക്ക ഓതി സ്കരിക്കുന്ന ജഹ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കെ ഉച്ചത്തിൽ പറയുക, ഉച്ചത്തിൽ ശബ്ദിക്കുക എന്നൊക്കെയാണ് ജഹ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നേരെ വിപരീതം എന്തായിരിക്കും? പതുക്കെ, ഗോപ്യമാക്കുക, പതുക്കെ ആക്കുക, അതാണ് അതിന്റെ വിപരീതം. അപ്പൊ ജഹ്റിന് സിറ് എന്ന് വേറൊരു വിപരീതം പറയാറുണ്ട്. സിറ് രഹസ്യം അല്ലെങ്കിൽ പതുക്കെ, സിറ്. ഇവിടെ ഹംസ് എന്നതിന്റെ ഭാഷാർത്ഥം മഅനാഹു ലൂഗതൻ, ഭാഷയിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ഖഫാഉ. ഖഫാ എന്ന് പറഞ്ഞാൽ ഗോപ്യമാവുക, ഒളിക്കുക എന്നൊക്കെയാണ് ഭാഷാർത്ഥം ഹംസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവ്യക്തമാവുക, ഗോപ്യമാവുക. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കലാണ്, ഖഫാ അവ്യക്തമാവലാണ്. ഇനി നമ്മൾ സാങ്കേതികമായി തജ്വീദുൽ ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജറയാനുൻ നഫസ്, ജറയാനുൻ നഫസ് ഇൻദ നുത്ഖി ബിൽ ഹർഫ്. അക്ഷരം ഉച്ചരിക്കുമ്പോഴുള്ള ശ്വാസത്തിന്റെ ഒഴുക്ക്, അക്ഷരം ഉച്ചരിക്കുമ്പോഴുള്ള ശ്വാസത്തിന്റെ ഒഴുക്ക്. ലിദുഅഫിൽ ഇഅ്തിമാദി അലാ മഖ്റജിഹി, ആ ഹർഫ് അതിന്റെ മഖ്റജിൽ ഇങ്ങനെ അവലംബിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ ചെന്ന് പൂർണ്ണമായും അതിൽ ഒതുങ്ങി നിൽക്കുന്നതിലുള്ള ദൗർബല്യം കാരണമായി. എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ ഇങ്ങനെ ഷാർപ്പായിട്ട് അല്പം കഠിനമായി പൂർണ്ണമായും അതിന്റെ മഖ്റജിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്നവയുണ്ടാകും. ഇവ അങ്ങനെയല്ല എന്നർത്ഥം. ഹംസിന്റെ അക്ഷരങ്ങൾ അങ്ങനെയല്ല. അതിന്റെ മഖ്റജിൽ ഇങ്ങനെ പൂർണ്ണമായും ഒതുങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ അവിടെ ഒരു കൃത്യമായ ബിന്ദുവിൽ ചെന്ന് തട്ടിക്കൊണ്ട് ഉച്ചരിക്കപ്പെടാത്ത അവസ്ഥയിൽ ഒരു അല്പം ലോലമായ, അല്ലെങ്കിൽ ലോലമെന്ന് പറയണ്ട, അല്പം ഒരു ദൗർബല്യത്തോടു കൂടിയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത്. അങ്ങനെ ഉച്ചരിക്കപ്പെടുന്നതിനാൽ സംഭവിക്കുന്ന ജറയാനുൻ നഫസ്, അതായത് ആ ശ്വാസത്തിന്റെ ഒഴുക്ക്, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, ഹംസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് ഖൽഖലത്തിന്റെ അക്ഷരങ്ങളൊക്കെയാണ് ഇതിന് നേരെ വിപരീതം. നല്ല ഉദാഹരണമാണ് ഇതിന്റെ വിപരീതമായ അക്ഷരങ്ങൾ. എന്നാൽ ഇവ ഏതാണ് ഹംസിന്റെ അക്ഷരങ്ങൾ? അത് 10 എണ്ണമാണ്, 10 അക്ഷരങ്ങൾ. അത് നമുക്ക് ഓർക്കാൻ നല്ല എളുപ്പമാണ്. ഇബ്നുൽ ജസരി തന്റെ അദ്ദേഹം പറഞ്ഞതുപോലെ
ഫഹസ്സഹു ശഖ്സുൻ സകത്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഫഹസ്സഹു ശഖ്സുൻ സകത്. ഇവയാണ് ഹംസിന്റെ അക്ഷരങ്ങൾ, മഹ്മൂസായ അക്ഷരങ്ങൾ. അൽ ഹുറൂഫുൽ മഹ്മൂസ. ഫഹസ്സഹു ശഖ്സുൻ സകത്. അൽ ഹുറൂഫുൽ മഹ്മൂസ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫഹസ്സഹു ശഖ്സുൻ സകത്. ഫാ, ഹാ, സാ, ഹാ. ശ്രദ്ധിച്ചോളണം. ഫാ, ഹാ, സാ, ഹാ. പിന്നെ ഷീൻ, ഖാ, സ്വാദ്, സീൻ, കാഫ്, ത. ഇത്രയും അക്ഷരങ്ങളാണ് മഹ്മൂസായ അക്ഷരങ്ങൾ, ഹംസിന്റെ അക്ഷരങ്ങൾ. ഇവ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വബഅദു ഹാദിഹിൽ ഹുറൂഫ് അഖ്വാ മിൻ ബഅദിൻ ഫിൽ ഹംസ്. അപ്പൊ ഈ ഹംസ് എല്ലാ സിഫത്തുകളുടെയും സ്വഭാവം അത് തന്നെയാണ്. അധിക സിഫത്തുകളും എന്താണ്, ചിലതിൽ മറ്റു ചിലതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കും, ഏറ്റപ്പറ്റുണ്ടാകും എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ചില അക്ഷരങ്ങൾ ഹംസിന്റെ കാര്യത്തിൽ മറ്റു ചിലതിനേക്കാൾ അഖ്വയാണ്, കൂടുതൽ കഠിനം പുലർത്തുന്നവയാണ്. ഫഅലാഹ, ഏറ്റവും ആലയായി ഉയർന്നു നിൽക്കുന്നതാണ് ഹംസിൽ അസ്വാദ്, സ്വാദ് എന്ന അക്ഷരം. ലിമാ ഫിഹാ മിൻ ഇസ്തിഅല, കാരണം അതിൽ ഇസ്തിഅല ഉണ്ട്, ഇത്ബാഖ് ഉണ്ട്, സഫീർ ഉണ്ട്. ഇതൊക്കെ ഖുവ്വത്തിന്റെ സിഫത്തുകളാണ്. വയലീഹ, അതിന് തൊട്ടടുത്തായിട്ട് ഖാ ഉണ്ട്, അൽ ഖാ, അതിലും എന്താണ്, ഇസ്തിഅല ഉണ്ട്. ശേഷം ഖാഇന്റെ പിന്നാലെ വരുന്നവയാണ് കാഫ്, ത. ഇവയിലും എന്താണ്, ഹംസ് അടുത്തതായിട്ട് ഉണ്ടാകുന്നു. ലിമാ ഫിഹാ മിൻ ഷിദ്ദ, അതിൽ ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളാണ് എന്നതുകൊണ്ട് അവയും ഖവിയായ സിഫത്തുകൾ തന്നെയാണ്. അദ്വാഫു ഹാദിഹിൽ ഹുറൂഫ്, ഈ അക്ഷരങ്ങൾ ഏറ്റവും ദുർബലമായവയാണ് അൽ ഹാഉ വൽ ഫാഉ വൽ ഹാഉ വസ്സാഉ. ഹാ, ഫാ, ഹാ, സാ. ഇദ് ലൈസ ഫീഹാ സിഫത്തു ഖുവ്വത്തിൻ മുത്ലഖ, ഖുവ്വത്തിന്റെ യാതൊരു സിഫത്തും ഈ അക്ഷരങ്ങളിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ. والأمثلة بالنسبة لحروف كل صفة من الصفات سهلة ومعروفة وقد تركتها اختصارا. എന്താകാരം പറയുന്നത്, ഉദാഹരണങ്ങൾ ഇവിടെ പ്രത്യേകം പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്ഷരങ്ങൾക്കൊക്കെയും സുക്കൂൻ കൊടുത്തുകൊണ്ട് അങ്ങ് ഉച്ചരിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഷദ്ദ് കൊടുക്കും. അഫ്, അഹ്, അസ്, അഹ്, അഷ്, അഖ്സ്, അഖ്, അസ്, അസ്, അക്, അത് എന്നിങ്ങനെ ഉച്ചരിക്കുമ്പോൾ ആ ഹംസ് നമുക്ക് പ്രകടമാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, സുക്കൂൻ ഉണ്ടെങ്കിൽ ഈ സിഫത്ത് വ്യക്തമാകുന്നതാണ്. ഔ മുഷദ്ദദ, അല്ലെങ്കിൽ ഷദ്ദ് കൊടുക്കുമ്പോൾ സിഫ ഖാസ പ്രത്യേകിച്ചു. വകദാ ഇദാ കാന മുതഹർരിക, അപ്രകാരം തന്നെയാണ് ഹറക്കത്ത് കൊടുക്കുമ്പോഴും. അമ്മാ ഹുറൂഫുൽ മദ്ദി ഫഹസ്ബ ശുറൂതിഹാ, എന്നാൽ മദ്ദിന്റെ സന്ദർഭത്തിൽ അതിന്റെ ഷർത്ത് അനുസരിച്ചായിരിക്കും. ചിലപ്പോ അത് അങ്ങനെ പ്രത്യേകമായ മറ്റു ചില അവസ്ഥകളിലൊക്കെ ഉച്ചരിക്കപ്പെടുന്നതായിരിക്കും മദ് കൊടുക്കുമ്പോൾ, ദീർഘിപ്പിക്കുമ്പോൾ എന്നർത്ഥം. അത് ഇസ്തിഅലാവും തഫ്ഖീമും അല്ലാതെ തർത്തീഖും, അങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ അക്ഷരങ്ങൾക്കുണ്ടാകും. ഏതായിരുന്നാലും ഇവക്ക് സുക്കൂന് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഷദ്ദ് കൊടുത്തുകൊണ്ടോ ഉച്ചരിച്ചാൽ നമുക്ക് സിഫത്ത് വളരെ വ്യക്തമാകുന്നതാണ്. ഹംസ് എന്ന സിഫത്ത്, ഹംസ് എന്ന് പറഞ്ഞാൽ പതുക്കെ പറയാ, ഹംസ് ഇങ്ങനെ മന്ത്രിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ അഫ്, അഹ്, അസ്, അഷ്, അഖ്, അഹ്, അക്, അത്, അഷ്, അല്ലേ? ആ ഒരു പ്രത്യേകമായ സ്വഭാവം ഈ അക്ഷരങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഈ 10 അക്ഷരങ്ങൾക്ക്. അതാണ് ഹംസ് എന്ന സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ബാറകല്ലാഹു ഫീക്കും.